ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ നഴ്സിംഗ് ആസ്പിരൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ MCQ ഡിസ്കഷൻ്റെ 26th പാർട്ടാണ് ഇന്ന്. നമ്മൾ ഡെയിലി 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളാണെങ്കിൽ വീഡിയോ കാണുക, കണ്ടിട്ട് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ മിസ്സായി പോയിട്ടുള്ള പ്രീവിയസ് വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീക്ക് നമ്മൾ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യണം. തിയറി ക്ലാസ്സസും MCQന്റെ ഓൺലൈൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാണ് ഗ്രൂപ്പിലല്ല നമ്മുടെ ചാനലിൽ. പിന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. നഴ്സിംഗ് ആസ്പിരൻസ് ട്രിവാൻഡ്രം എന്ന് പറയുന്ന നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട്. ഒരുപാട് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് നഴ്സസ്മാരാണ് നമ്മുടെ ഗ്രൂപ്പിലുള്ളത്. നിങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട്സുകൾ ക്ലിയർ ചെയ്യാനും കുറെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ കിട്ടാനുള്ള നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. താല്പര്യമുള്ളവരെല്ലാവരും നഴ്സിംഗ് ആസ്പിരൻസ് ട്രിവാൻഡ്രം എന്നുള്ള ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഒന്നുകിൽ സെർച്ച് ചെയ്ത് കയറാം, അല്ല എങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. കൂട്ടുകാർക്കൊക്കെ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് പഠിക്കുക എല്ലാവരും. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ 10 ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് വീഡിയോസ് ഒക്കെ കാണാത്തവർ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. കമന്റ്സ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും സജഷൻസോ കറക്ഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ എഴുതാനും മറക്കരുത്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ടു ഡിക്രീസ് ദ റിസ്ക് ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എ ഫീമെയിൽ ക്ലയന്റ് ഷുഡ് ബി ടോട്ട് ടു. അതായത് എന്താണ് ഇവിടെ ഫീമെയിൽ പേഷ്യൻസിന് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി എന്താണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, എന്താണ് നമ്മൾ അവരോട് ഇൻസ്ട്രക്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓപ്ഷൻ, ഡ്രിങ്ക് സിട്രസ് ഫ്രൂട്ട് ജ്യൂസസ്, അവോയ്ഡ് യൂസിങ് ടാമ്പോൺസ്, ഇൻക്രീസ് ദ ഇൻടേക്ക് ഓഫ് റെഡ് മീറ്റ്സ്, ക്ലീൻ ദ പെരീനിയം ഫ്രം ഫ്രണ്ട് ടു ബാക്ക്. കറക്റ്റ് ഓപ്ഷൻ ഡി, ക്ലീൻ ദ പെരീനിയം ഫ്രം ഫ്രണ്ട് ടു ബാക്ക്. എന്തുകൊണ്ടാണ് ഫ്രണ്ട് ടു ബാക്ക് ക്ലീൻ ചെയ്യാൻ പറയുന്നത്? എപ്പോഴും ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഏത് ബോഡി പാർട്ടായാലും ക്ലീൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലെസ് കണ്ടാമിനഡ് ഏരിയ ടു മോർ കണ്ടാമിനഡ് ഏരിയ ആണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യേണ്ടത്? സ്പ്രെഡ് ചെയ്യാൻ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് അണുക്കൾ, മൈക്രോ ഓർഗാനിസംസ് അല്ലെങ്കിൽ എന്താ പറയുക, രോഗം ഉണ്ടാകാൻ, ഇൻഫെക്ഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ലെസ് കണ്ടാമിനേറ്റഡ് ഏരിയയിൽ നിന്ന് മോർ കണ്ടാമിനേറ്റഡ് ഏരിയയിലോട്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്. സോ വി ഷുഡ് ഇൻസ്ട്രക്ട് ദ പേഷ്യന്റ് ടു ക്ലീൻ ദ പെരീനിയം ഫ്രം ഫ്രണ്ട് ടു ബാക്ക്. അങ്ങനെ നമുക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന്റെ റിസ്ക് അവിടെ കുറയ്ക്കാൻ പറ്റും. അതിന്റെ ആൻസർ ആണ്, ടു ഡിക്രീസ് ദ ഇൻഫെക്ഷൻ ഓഫ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ദ ഫീമെയിൽ ഷുഡ് ക്ലീൻ ദ പെരീനിയം ഫ്രം ഫ്രണ്ട് ടു ബാക്ക്. അതുപോലെ നമ്മുടെ ഓപ്ഷനിൽ ഒരു ടാമ്പോൺ എന്നുള്ള ഒരു വേർഡ് കണ്ടു കാണും. അപ്പൊ ടാമ്പോൺ എന്താന്ന് വളരെ കുറച്ച് പേർക്കെങ്കിലും അറിയില്ലായിരിക്കും. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ടാമ്പോൺ ഈസ് മെൻസ്ട്രൽ പ്രോഡക്റ്റ് ഇസ് ഡിസൈൻഡ് ടു അബ്സോർബ് ബ്ലഡ് ആൻഡ് വെജൈനൽ സെക്രീഷൻസ് by insertion into the vagina during menstruation. Okay, അപ്പൊ എന്താ ടാമ്പോൺ എന്ന് പറയുന്നത്? ഒരു ചെറിയൊരു പ്രോഡക്റ്റ് ആണ്. അത് എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെജൈനൽ സെക്രീഷൻസോ അല്ലെങ്കിൽ മെൻസ്ട്രൽ ബ്ലീഡിങ്ങോ ഇതൊക്കെ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പ്രോഡക്റ്റ് ആണ്. അതിനെയാണ് ടാമ്പോൺ എന്ന് പറയുന്നത്. എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, അൺലൈക്ക് എ പാഡ്, ഇറ്റ് ഇസ് പ്ലേസ്ഡ് ഇന്റേണലി inside the vaginal canal insert ചെയ്തിട്ട് once inserted correctly a tampon is held in place by the vagina and it expands as it soaks up menstrual blood. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ടാമ്പോൺ വെജൈനൽ കനാലിൽ ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കറക്റ്റ് ഫിക്സ് ആയിരിക്കുകയും ഈ നമ്മുടെ സെക്രീഷൻസ് അല്ലെങ്കിൽ ബ്ലഡ് എന്ത് ചെയ്യുന്നു, അതിൽ അബ്സോർബ് ആയി അത് എക്സ്പാൻഡ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, അതാണ് ഈ ടാമ്പോണിന്റെ യൂസ്. ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി പറഞ്ഞേ ഉള്ളൂ കേട്ടോ. Next, second question. Which nursing intervention would you expect when working with a hospitalized toddler? Toddler എന്ന് പറയുമ്പോൾ കുഞ്ഞുകുട്ടിയാണ് അല്ലെ. കുഞ്ഞുകുട്ടിയുടെ കൂടെ കുഞ്ഞുകുട്ടിക്ക് അവിടെയാണ് നമുക്ക് ഡ്യൂട്ടി. നമ്മളൊരു നേഴ്സാണ്, നമുക്ക് അവിടെ ഡ്യൂട്ടി കിട്ടി. അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മൾ അവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ളതാണ്. Ask the parent to leave the room. പേഷ്യന്റിനോട് റൂമിൽ നിന്ന് പാരന്റിനോട് റൂമിൽ നിന്ന് പോകാൻ പറയുക. എന്നിട്ട് അസസ്മെന്റ്സ് ഒക്കെ പെർഫോം ചെയ്യുക. Explain that items from home should not be brought into the hospital. അതായത് വീട്ടിലുള്ള സാധനങ്ങളൊന്നും ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുവരരുത് എന്ന് പറയണം. Tell the parents that they may stay with the toddler. പാരന്റിനോട് പറയുക, നിങ്ങൾക്ക് കുഞ്ഞിന്റെ ഒപ്പം സ്റ്റേ ചെയ്യാം എന്ന് പറയുക. Ask the toddler if he is ready to have his temperature checked. അവരുടെ കുട്ടിയോട് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ സമയമായി എന്നുള്ളത് കുട്ടിയോട് പറയുക. ഇതിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ? കറക്റ്റ് ആയിട്ടുള്ള ഇന്റർവെൻഷൻ ഏതാണ്? എപ്പോഴും
കുഞ്ഞു കുട്ടികൾക്ക് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, അവരുടെ പാരന്റ്സിന്റെ കൂടെ നമ്മൾ അവരുടെ കൂടെ സ്റ്റേ ചെയ്യാൻ അനുവദിക്കുക. കാരണം എന്തിനു വേണ്ടിയിട്ടാണ്, ആ ഒരു കുഞ്ഞിന് ആങ്സൈറ്റി ഒക്കെ റെഡ്യൂസ് ചെയ്ത് കുറച്ചുകൂടി കുഞ്ഞ് കറക്റ്റ് കംഫർട്ടബിൾ ആയിട്ട് ഹോസ്പിറ്റലിൽ എത്തില്ല. കാരണം ഒരു അൺഫെമിലിയർ ആയിട്ടുള്ള സിറ്റുവേഷനിൽ ഒരു ന്യൂ പ്ലേസിൽ ന്യൂ ആയിട്ടുള്ള ആളുകളുടെ മുന്നിലായിരിക്കും കുഞ്ഞുങ്ങൾ അത്രയും പേടിച്ചു പോകും അല്ലെ. അപ്പൊ അമ്മയോ അച്ഛനോ ആരും ഏതെങ്കിലും ഒരു പാരന്റ് കൂടെ, കൂടുതലും പ്രിഫറിൽ നമ്മൾ മദറിനാണ് അക്കമ്പനി ചെയ്യുക അല്ലെ. അപ്പൊ അമ്മ കൂടെ ഉണ്ടെങ്കിൽ കുഞ്ഞ് അവിടെ കംഫർട്ടബിൾ ആയിരിക്കും. ഓക്കെ, കുറച്ചുകൂടെ കോപ്പറേറ്റീവ് ആയിരിക്കും. അതിനു വേണ്ടിയിട്ടാണ് അമ്മയോട് അല്ലെങ്കിൽ പാരന്റ്സിനോട് കുഞ്ഞിനോട് സ്റ്റേ ചെയ്യാൻ പറയുന്നത്. ഒപ്പം the nurse should encourage the parents to stay to promote parent-child attachment and make the toddler feel more secure. കുറച്ച് സെക്യൂർ ആണെന്ന് കുഞ്ഞിന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ പാരന്റ്സിനോട് ഹോസ്പിറ്റലിൽ കുഞ്ഞിൻ്റെ ഒപ്പം സ്റ്റേ ചെയ്യാൻ പറയുന്നത്. ഇനി ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ വരാറുണ്ട്, ഏതെങ്കിലും ഒരു ഏജ് ഗ്രൂപ്പ് തന്നിട്ട് അത് ഏത് ഏജ് ഗ്രൂപ്പാണ്, ഏതായിട്ടാണ് അറിയപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ടോളർ എന്ന് പറയുമ്പോൾ അത് ഏത് ഗ്രൂപ്പാണ്, അല്ലെങ്കിൽ അഡോളസെന്റ് എന്ന് പറയുമ്പോൾ ഏത് ഗ്രൂപ്പാണ്, എത്രയാണ് അതിന്റെ വയസ്സ് എന്നൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ചാർട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് നോക്കി നിങ്ങൾ പഠിച്ചേക്കുക. ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ, പക്ഷേ ചെറിയ ചെറിയ വേരിയേഷൻസ് ഓരോ ബുക്സിലും ഏജിന്റെ കാര്യത്തിൽ വരുന്നുണ്ട്. എന്നാലും ജസ്റ്റ് ഒരെണ്ണം നന്നായിട്ട് പഠിച്ചു വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ളത് എലിമിനേറ്റ് ചെയ്തെങ്കിലും കറക്റ്റ് ഓപ്ഷൻ എടുക്കാൻ പറ്റും. ഓക്കെ, ഏജ് ഗ്രൂപ്പ് കൂടെ കറക്റ്റ് സ്റ്റേജും പഠിച്ചു വെക്കുക. Third question, which instruction should be given to a client who is fitted with a behind the ear hearing aid? Hearing aid, behind the ear hearing aid fit ചെയ്ത് ഒരു ആളോട് നമുക്ക് കൊടുക്കാനുള്ള ഇൻസ്ട്രക്ഷൻ എന്താണെന്നുള്ളതാണ്. ഓപ്ഷൻ എ, റിമൂവ് ദ ഇയർ മോൾഡ് ആൻഡ് ക്ലീൻ വിത്ത് ആൽക്കഹോൾ. ആൽക്കഹോൾ കൊണ്ട് ആ മോൾഡ് ക്ലീൻ ചെയ്യുക. അവോയ്ഡ് എക്സ്പോസിംഗ് ദ ഹിയറിംഗ് എയ്ഡ് ടു എക്സ്ട്രീം ഇൻ ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക. എക്സ്ട്രീം ടെമ്പറേച്ചർ എക്സ്പോഷർ അവോയ്ഡ് ചെയ്യുക. യൂസ് എ കോട്ടൺ ടിപ്ഡ് ആപ്ലിക്കേറ്റർ ടു ക്ലീൻ ഡെബ്രിസ് ഫ്രം ദ ഹോൾ ഇൻ ദ മിഡിൽ ഓഫ് ദ ഹിയറിംഗ് എയ്ഡ്. ഹിയറിംഗ് എയ്ഡിലുള്ള ഹോളിൽ കോട്ടൺ ടിപ്ഡ് ആപ്ലിക്കേറ്റർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക. കണ്ടിന്യൂ ടു യൂസ് കോസ്മെറ്റിക്സ് ആൻഡ് സ്പ്രേ കൊളീൻ ആസ് ബിഫോർ. അതായത് കോസ്മെറ്റിക്സ് സ്പ്രേയും ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് മുന്നേ ഉപയോഗിച്ചിരുന്നതുപോലെ ഉപയോഗിക്കുക. കറക്റ്റ് ഓപ്ഷൻ ഏതാണ്? അവോയ്ഡ് എക്സ്പോസിംഗ് ദ ഹിയറിംഗ് എയ്ഡ് ടു എക്സ്ട്രീം ഇൻ ടെമ്പറേച്ചർ ആണ്. ഓപ്ഷൻ ബി ആണ്. ഓക്കെ, കാരണം അതെന്ത് ചെയ്യാം, കൂടുതൽ എക്സ്പോഷർ ആകും, ചൂട് കൂടുതലായിട്ട് എക്സ്പോഷർ ആകുമ്പോൾ അത് ഡാമേജ് ആകാനുള്ള സാധ്യതയുണ്ട്. Okay, the client should be instructed to avoid exposing the hearing aid to extreme in temperature. അതുകൊണ്ടാണ് നമ്മൾ പേഷ്യന്റിനോട് എന്ത് പറയുന്നത്, ചൂടിൽ അധികം എക്സ്പോഷർ ആകരുത്, കൂടുതൽ ഡാമേജ് ആയി പോകാം എന്ന് പറയുന്നത്. ഇനി ആൽക്കഹോൾ കൊണ്ട് ക്ലീൻ ചെയ്യണോ നമ്മൾ ഒരു ഓപ്ഷനിൽ വായിച്ചു അല്ലെ. അങ്ങനെയല്ല, ആൽക്കഹോൾ കൊണ്ടല്ല ക്ലീൻ ചെയ്യേണ്ടത്. പകരം എന്തുകൊണ്ടാണ് ക്ലീൻ ചെയ്യേണ്ടത്? സോപ്പ് ആൻഡ് വാട്ടർ കൊണ്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യേണ്ടത്. ഓക്കെ, അതുപോലെ തന്നെ toothpick is used to clean debris from the hole in the middle of the part that goes in the ear. അവിടെ നമ്മൾ കോട്ടൺ ആപ്ലിക്കേറ്റർ അല്ല യൂസ് ചെയ്യുന്നത്, ടൂത്ത് ആണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്താണ്? ഹെയർ സ്പ്രേ, കോസ്മെറ്റിക്സ്, ഓയിൽ, സ്പ്രേ, കൊളിക്സ് അതൊന്നും നമ്മൾ എന്ത് ചെയ്ത് ഹിയറിംഗ് എയ്ഡിൽ അപ്ലൈ ചെയ്യരുത്, അല്ലെങ്കിൽ അതിനടുത്തത് ഉപയോഗിക്കരുത്. ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ റിഗാർഡിംഗ് ദ മെഷർമെന്റ് ഓഫ് ഫീറ്റൽ ഹാർട്ട് ടോൺ? അതായത് താഴെ പറയുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മുടെ ഫീറ്റൽ ഹാർട്ട് ടോണിനായിട്ട് മെഷർ ചെയ്യുന്നതിൽ കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്നുള്ളതാണ് കേട്ടോ. ഓപ്ഷൻ എ, ദ നോർമൽ റേഞ്ച് ഫോർ ഫീറ്റൽ ഹാർട്ട് ടോൺ ഈസ് 100 to 180 beats per minute. A Doppler ultrasound can detect fetal heart tone at 18 to 20 weeks gestation. Fetal heart tone can be detected at 8-week gestation using vaginal ultrasound. The tachometer is an invasive means of measuring fetal heart tone. ഏതാണ് കറക്റ്റ് ഓപ്ഷൻ? ഓപ്ഷൻ സി ആണ്. അതായത് 8 ആഴ്ചയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫീറ്റൽ ഹാർട്ട് ടോൺ വെജൈനൽ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫീറ്റോസ്കോപ്പ് ഉപയോഗിച്ച് എത്രാമത്തെ ആഴ്ചയിലായിരുന്നു? 18 to 20 വീക്സിലാണ് അല്ലേ. നെക്സ്റ്റ്, the physician ordered Cipralex അല്ലെങ്കിൽ olanzapine for a patient with a schizophrenia. Schizophrenia psychiatric condition, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അതിന്റെ കോസസ്, ഡെഫിനിഷൻ, കോസസ്, ടൈപ്സ്, മാനേജ്മെന്റ്, തെറാപ്പീസ്, മാനേജ്മെന്റ്, മെഡിക്കേഷൻസിന്റെ സൈഡ് എഫക്ട്സ്, ക്ലാസിഫിക്കേഷൻസ്, ആന്റിസൈക്കോട്ടിക്സിന്റെ ക്ലാസിഫിക്കേഷൻ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പേഷ്യന്റിന്റെ ക്വസ്റ്റ്യൻ എന്താണ്? സ്കിസോഫ്രീനിയയിൽ ഓളൻസപ്പൈൻ കൊടുക്കുന്ന ഒരു പേഷ്യന്റ് ബിഫോർ അഡ്മിനിസ്ട്രിങ് ദ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതിന് മുന്നേ നഴ്സ് എന്ത് ചെയ്യണം? ആസ്ക് ദ പേഷ്യന്റ് ടു വോയിഡ് ആൻഡ് മെഷർ ദ എമൗണ്ട്, ചെക്ക് ദ എപ്പിക്കൽ പൾസ് റേറ്റ്, ചെക്ക് ദ ടെമ്പറേച്ചർ, ഓഫർ അഡീഷണൽ ഫ്ലൂയിഡ്. കറക്റ്റ് ഓപ്ഷൻ എ ആണ്.
ഓക്കെ, കാരണം എന്തുകൊണ്ടാണ് ഓൺലൈൻ പേഷ്യൻസിന് എന്തിന് ചാൻസ് ഉണ്ട്? യൂറിനറി റിട്ടൻഷന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പേഷ്യന്റിനോട് നമ്മൾ മെഡിസിൻ കൊടുക്കുന്നതിന് മുന്നേ തന്നെ പേഷ്യന്റിനെ അവോയ്ഡ് ചെയ്തിട്ട് അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനും, യൂറിൻ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് മെഷർ ചെയ്യാനും അറിഞ്ഞുപോയത്. അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെഡിസിൻ കൊടുക്കാൻ. കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? യൂറിനറി റിട്ടൻഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് അവിടെ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോ ഇവിടെ ഉണ്ട്, ബിഫോർ ഗിവിംഗ് ദ മെഡിക്കേഷൻ ദ നഴ്സ് ഷുഡ് ആസ്ക് ദ പേഷ്യന്റ് ടു അവോയ്ഡ് വെൻ മെഷർ ദ എമൗണ്ട് ബിക്കോസ് മെഡിക്കേഷൻ മേ കോസ് യൂറിനറി റിട്ടൻഷൻ. അപ്പോൾ ഓളൻസപ്പൈൻ എന്ന് പറയുന്നത് ആന്റിസൈക്കോട്ടിക്സിലുള്ള സെക്കൻഡ് ഏറ്റിപ്പിക്കൽ ആന്റിസൈക്കോട്ടിക് ആണ്, അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷൻ ആന്റിസൈക്കോട്ടിക് ആണ്. ഇവിടെ കറക്റ്റ് എല്ലാ ആന്റിസൈക്കോട്ടിക്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ക്ലാസിഫിക്കേഷൻ ടോട്ടലി പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ജനറേഷൻ ഏതാണ്, സെക്കൻഡ് ജനറേഷൻ ഏതാന്നൊക്കെ ചിലപ്പോൾ ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒരു ഡ്രഗ് തന്നിട്ട്, എന്തെങ്കിലും ഒരു ആന്റിസൈക്കോട്ടിക് തന്നിട്ട് അത് ഏത് ക്ലാസിഫിക്കേഷൻ, ടിപ്പിക്കൽ ആണോ ഏറ്റിപ്പിക്കൽ ആണോ, ഹൈ വിഡ്രോവൽ സിംറ്റംസ് ഉള്ളതാണോ, ഇ പി എസ് ഡെവലപ്പ് ചെയ്യുന്നതാണോ, ഹൈ പൊട്ടൻസി ഏതാണ്, ലോ പൊട്ടൻസി ഏതാണ്, അതുപോലെ വെയിറ്റ് ഗെയിൻ ഉണ്ടാകുന്നത് ഏതാണ്, ലീസ്റ്റ് സൈഡ് എഫക്ട്സ് ഉള്ളത് ഏതാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പോൾ ആന്റിസൈക്കോട്ടിക്സ് ക്ലാസിഫിക്കേഷൻ, സൈഡ് എഫക്ട്സ്, ആക്ഷൻ, ഇതൊക്കെ നിങ്ങൾ നോക്കണം. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ, the nurse is caring for a child with suspected epiglottis. Epiglottis ഉണ്ടെന്ന് സസ്പെക്ട് ചെയ്യുന്ന ഒരു പേഷ്യന്റ്. വിച്ച് ഫൈൻഡിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് എപ്പിഗ്ലോട്ടിസ്. ഏത് ഫൈൻഡിങ് ആണ് എപ്പിഗ്ലോട്ടിസ് ഉള്ള പേഷ്യന്റിന് ഇല്ലാത്തത്? ഓക്കെ, അതിൽ വരാത്തത് എന്ന് നോട്ട് അസോസിയേറ്റഡ് ആണ് കേട്ടോ. റൂളിംഗ് ആണോ, ബ്രാസി കഫ് ആണോ, മഫിൾഡ് ഫൊണേഷൻ ആണോ, ഇൻസ്പിറേറ്ററി സ്ട്രൈഡർ ആണോ? കറക്റ്റ് ഓപ്ഷൻ ബി ആണ്. കാരണം ഈ ബ്രേസി കപ്പ് നമ്മൾ എവിടെയാണ് കേട്ടിട്ടുള്ളത്? ട്രക്കിയോ, ലാരിഞ്ചോ ട്രക്കിയോ ബ്രോങ്കൈറ്റിസിലാണ് നമ്മൾ ഈ ബ്രേസി കപ്പ് നമ്മൾ കൂടുതലായിട്ട് കേൾക്കുന്നത്. എപ്പിഗ്ലോട്ടിസിൽ അങ്ങനെ ഒരു സിംറ്റം കേൾക്കാറില്ല. നെക്സ്റ്റ് 7th ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് an ocular change that may be found in the patient with hyperthyroidism? Hyperthyroidism increased secretion of ഹോർമോൺസ് അല്ലെ. ഏത് ഗ്ലാൻഡ് ആണ്? തൈറോയിഡ് ഗ്ലാൻഡ് ആണ്. തൈറോയിഡ് ഗ്ലാൻഡിൽ ഹൈപ്പർ സെക്രീഷൻസ് ഉണ്ടാകുന്നതിനാണ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത്. അപ്പോൾ ഹൈപ്പർ തൈറോയിഡിസം ഉള്ള പേഷ്യൻസിന് ഉണ്ടാകുന്ന കണ്ണിലുള്ള ചേഞ്ചസ് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചോസിസ് ആണോ, ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ ആണോ, എക്സോഫ്താൽമസ് ആണോ, പ്രസ്ബയോപ്പിയ ആണോ? കറക്റ്റ് ഓപ്ഷൻ എക്സോഫ്താൽമസ് ആണ്. ഓക്കെ, exophthalmos protrusion of eyeballs is an ocular change that may be found in the client with the hyperthyroidism. ഹൈപ്പർതൈറോയിഡിസത്തിലാണ് ഇങ്ങനെ കണ്ണിങ്ങനെ ഉന്തി പ്രൊട്രൂഡ് ചെയ്തിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റുന്നത്. 8th question, the nurse is providing dietary instructions to the mother of a 4-year-old diagnosed with celiac disease. Celiac disease നമുക്കറിയാം ഏതായിരുന്നു? ഗ്ലൂട്ടൻ റിച്ച് ഡയറ്റ് കഴിച്ചിട്ടുണ്ടാവുന്ന അസുഖമാണ് അല്ലെ celiac disease. ഗ്ലൂട്ടൻ ഡയറ്റ് നമ്മൾ പെട്ടെന്ന് ഓർക്കേണ്ട കാര്യമാണ്. അപ്പോൾ which food if selected by the mother would indicate her understanding the dietary instructions? ഏത് ഡയറ്റ് തിരഞ്ഞെടുക്കുന്നതിൽ നിന്നാണ് നമ്മളിവിടെ പേഷ്യന്റിന് ഡയറ്ററി ഇൻസ്ട്രക്ഷൻസ് എല്ലാം കംപ്ലീറ്റ് മനസ്സിലായി എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് ഇതിൽ ഏതാന്നുള്ളതാണ്. വീറ്റ് ടോസ്റ്റ്, സ്പാഗറ്റി, ഓട്ട്മീല്, റൈസ്. കറക്റ്റ് ഓപ്ഷൻ സി ആണ്. Selection of a food that contains little or no gluten indicates that mother understands the dietary ഇൻസ്ട്രക്ഷൻസ് അല്ലെ. ഗ്ലൂട്ടൻ റിച്ച് ഡയറ്റ് കഴിച്ചിട്ടാണ് celiac disease വേഴ്സൺ ആകുന്നത്. അപ്പോൾ നമ്മൾ പേഷ്യന്റിന് എപ്പോഴും നമ്മൾ ഇൻസ്ട്രക്ട് ചെയ്യുന്നത് ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് കഴിക്കാനാണ് അല്ലെ. അപ്പോൾ അമ്മ ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് സെലക്ട് ചെയ്ത് നമുക്ക് അവിടെ പറയാം അമ്മയ്ക്ക് ഡയറ്ററി ഇൻസ്ട്രക്ഷൻസ് എല്ലാം മനസ്സിലായത്. The child with the celiac disease should be on a gluten free diet. Gluten is primarily contained in grains such as wheat, oats, barley, rye. ഇങ്ങനെയുള്ള ധാന്യങ്ങളിലാണ് എന്ത് കാണുന്നത്? ഗ്ലൂട്ടൻ കൂടുതലായിട്ട് കാണുന്നത്. റൈസ്, കോൺ, മില്ലറ്റ് ഇതിലൊക്കെ എന്താണ്? ഗ്ലൂട്ടൻ ഫ്രീ ഡയറ്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങളാണ് നമ്മൾ എപ്പോഴും celiac disease ഉള്ള പേഷ്യൻസിന് ചൂസ് ചെയ്യുക. നെക്സ്റ്റ് 9th question, the laboring client is having fetal heart rate of 100 to 110 beats per minute. അതായത് ഒരു പ്രഗ്നന്റ് ആയിട്ടുള്ള അമ്മയാണ് ഡെലിവറിക്ക് വേണ്ടി അഡ്മിറ്റ് ചെയ്തതോ ആവുക 100 to 110 ബീറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എന്താണ്? ലെസ് ഹാർട്ട് റേറ്റ് ആണ് അല്ലെ, ബ്രാഡികാർഡിയാണ് അല്ലെ, ഫീറ്റൽ ഹാർട്ട് റേറ്റ് അവിടെ കുറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഡ്യൂറിങ് കൺട്രാക്ഷന്റെ ടൈമിൽ ഇങ്ങനെ കുറഞ്ഞിരിക്കണമെങ്കിൽ നമ്മൾ എന്താണ് അവിടെ ചെയ്യേണ്ടത്? ഫസ്റ്റ് ആക്ഷൻ ദ നഴ്സ് ഷുഡ് ടേക്ക് ഈസ് ടു അപ്ലൈ ആൻ ഇന്റേണൽ ഫീറ്റൽ മോണിറ്റർ ആണോ, ടേൺ ദ ക്ലയന്റ് ഓൺ ഹെർ ലെഫ്റ്റ് സൈഡ് ആൻഡ് അപ്ലൈ ഓക്സിജൻ ആണോ, ഗെറ്റ് ദ ക്ലയന്റ് അപ്പ് ആൻഡ് വാക്ക് ഹെർ ഇൻ ദ ഹോൾ ആണോ,
മൂവ് ദ ക്ലയന്റ് ടു ദ ഡെലിവറി റൂം ആണ്. എന്താ ചെയ്യേണ്ടത്? നമ്മളവിടെ യഥാർത്ഥ കോസ് ആണ് നോക്കേണ്ടത്. കുഞ്ഞിന്റെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് കുറയുന്നതിന്റെ കാരണം എന്തായിരിക്കാം? ഓക്സിജൻ ഡെഫിഷ്യൻസി ആയിരിക്കാം. അതുകൊണ്ട് അമ്മയെ ലെഫ്റ്റ് സൈഡ് ടേൺ ചെയ്തിട്ട് ഒപ്പം ഓക്സിജൻ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്ക് കുഞ്ഞിലോട്ട് എത്തുന്ന ഓക്സിജന്റെ അളവ് അവിടെ കൂടുകയും ഹാർട്ട് റേറ്റ് ഇംപ്രൂവ് ചെയ്യുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ട് പേഷ്യന്റിനോട് ടേൺ ദ ക്ലയന്റ് ഓൺ ഹെർ ലെഫ്റ്റ് സൈഡ് ആൻഡ് അപ്ലൈ ഓക്സിജൻ എന്നുള്ളതാണ് കറക്റ്റ് നഴ്സിന്റെ ഫസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത്. Next, the first actions the nurse should take is to turn the client on her left side and apply oxygen. The normal fetal heart rate is 120 to 160 beats per minute. An abnormal fetal heart rate may mean that your baby is not getting enough oxygen or that there are other problems. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഓക്സിജൻ സപ്ലൈ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. കുഞ്ഞിന്റെ കിട്ടുന്ന ഓക്സിജന്റെ അളവ് കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ഹാർട്ട് റേറ്റ് ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കുക. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ള മെഷേഴ്സ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ 10ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇന്ന്. അപ്പം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ യൂസ്ഫുൾ ആയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. ഓക്കെ, ഇന്നത്തെ 10ാമത്തെ ക്വസ്റ്റ്യൻ, ഗ്രാവിഡ 2 പാരാ 0 ഈസ് അഡ്മിറ്റഡ് ടു ദ ലേബർ ആൻഡ് ഡെലിവറി യൂണിറ്റ്. അതൊരു പേഷ്യന്റ് നമ്മൾ എന്താ പറയാ, എത്ര പ്രാവശ്യം പ്രഗ്നന്റ് ആയിട്ടുണ്ട്, എത്ര പ്രാവശ്യം അബോർഷൻ ആയിട്ടുണ്ട്, എത്ര ലൈവ് ബർത്ത് ഉണ്ട്, എത്ര കുഞ്ഞുങ്ങൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട്, എത്ര പ്രഗ്നൻസി ഡെലിവറി നടന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ റേറ്റ് ഇടുന്നതാണ് ഗ്രാവിഡ പാര എന്നുള്ളത്. ഗ്രാവിഡ എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം എത്ര തവണ പ്രഗ്നന്റ് ആയി എന്നുള്ളത്. പാര എന്ന് പറയുമ്പോൾ എത്ര തവണ ഡെലിവറി ആയിട്ടുള്ള അല്ലെ. ഇനി വേറെയും ഉണ്ട്, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എത്ര ഡെലിവറി, എത്ര അബോർഷൻ എന്നൊക്കെ തന്നിട്ട് ഏത് കറക്റ്റ് ഓപ്ഷൻ എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഒരു ഇങ്ങനെ G3 P2 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ട് അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ, അതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. അത് നമുക്ക് അല്ലെങ്കിൽ പിന്നീട് ഏതെങ്കിലും ക്ലാസ് നന്നായിട്ടൊന്ന് പറയാം. അപ്പൊ ഗ്രാവിഡ 2 പാരാ 0 ഉള്ള ഒരു മദറിനെ ലേബർ റൂമിൽ കൊണ്ടുവന്നു. ഡോക്ടർ പെർഫോംസ് അമ്നിയോട്ടമി. അമ്നിയോട്ടമി എന്താ? ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മുടെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ബ്രേക്ക് ചെയ്യുന്നതിനാണ് അമ്നിയോട്ടമി എന്ന് പറയുന്നത് അല്ലെ. വിച്ച് ഒബ്സർവേഷൻ വുഡ് ദ നഴ്സ് എക്സ്പെക്ട് ടു മേക്ക് ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ആൻ അമ്നിയോട്ടമി. അമ്നിയോട്ടമി ഡോക്ടർ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ നഴ്സ് എന്താണ് നമ്മൾ അവിടെ ഉടനെ ഒബ്സർവ് ചെയ്യേണ്ട കാര്യം? ഫീറ്റൽ ഹാർട്ട് ടോൺസ് ഓഫ് 160 ബീറ്റ്സ് പെർ മിനിറ്റ് എന്നാണോ? മോഡറേറ്റ് എമൗണ്ട് ഓഫ് സ്ട്രോ കളേർഡ് ക്ലിയർ വെജൈനൽ ഫ്ലൂയിഡ് ആണോ? സ്മോൾ എമൗണ്ട് ഓഫ് ഗ്രീനിഷ് വെജൈനൽ ഫ്ലൂയിഡ് ആണോ? എ സ്മോൾ സെഗ്മെന്റ് ഓഫ് ദ അംബിലിക്കൽ കോർഡ് പ്രൊട്രൂഡിംഗ് ഫ്രം ദ വെജൈന എന്ന് പറയുന്നത്. അതാണ് അമ്നിയോട്ടമി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ ശ്രദ്ധിക്കേണ്ടത്. മോഡറേറ്റ് എമൗണ്ട് സ്ട്രോ കളർ ക്ലിയർ വെജൈനൽ ഫ്ലൂയിഡ് ആണോ ഉള്ളത്, അതായത് നോർമൽ ഫ്ലൂയിഡ് ആണോ ഉള്ളത് എന്നാണ്. എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടോ എന്നാണ് നമ്മൾ അവിടെ നോക്കേണ്ടത് അല്ലെ. അങ്ങനെ വരുമ്പോൾ 1-2 കാര്യങ്ങൾ അവിടെ പറയാനുണ്ട്. ഇമീഡിയറ്റ്ലി ആഫ്റ്റർ അമ്നിയോട്ടമി ദ നഴ്സ് ഷുഡ് എക്സ്പെക്ട് ടു സീ മോഡറേറ്റ് എമൗണ്ട് ഓഫ് സ്ട്രോ കളർ ക്ലിയർ ഫ്ലൂയിഡ്. എന്താ നോർമലി നമ്മളവിടെ മോഡറേറ്റ് എമൗണ്ട് സ്ട്രോ കളർ ക്ലിയർ ഫ്ലൂയിഡ് ആണ് നമ്മളിവിടെ ഒബ്സർവ് ചെയ്യേണ്ടത്. അമ്നിയോട്ടമി എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാം നമുക്ക്? ആർട്ടിഫിഷ്യൽ റപ്ചർ ഓഫ് അമ്നിയോട്ടിക് മെംബ്രെയിൻ ആണ്, അല്ലെങ്കിൽ ബ്രേക്കിംഗ് ദ വാട്ടർ എന്ന് പറയാറുണ്ട് അല്ലെ. ഇനി അബ്നോർമൽ കളർ, അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ കളർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഗ്രീൻ കളർ ആണെങ്കിൽ അത് മെക്കോണിയം സ്റ്റെയിൻഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് എന്ന് പറയും. ഗോൾഡൻ കളർ ആണെങ്കിൽ ഇത് ഇൻഡിക്കേറ്റ്സ് RH ഇൻകോമ്പാക്റ്റബിലിറ്റി ആണ്. ഗ്രീനിഷ് യെല്ലോ ആണെങ്കിൽ പോസ്റ്റ് മെച്യൂരിറ്റി ആണ്. ഡാർക്ക് കളേർഡ് ആണെങ്കിൽ കൺസീൽഡ് ആക്സിഡന്റൽ ഹെമറേജ് ആണ്. ഡാർക്ക് ബ്രൗൺ ആണെങ്കിൽ ഇൻട്രായൂട്രൈൻ ഡെത്ത് ആണ്. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒരു കളർ മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏതെങ്കിലും ഒരു കളർ അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ കളർ ഇതാണ്, എന്ത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിഞ്ഞിരിക്കുക. ഇതൊന്ന് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കണം, ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ 10 ക്വസ്റ്റ്യൻ ഇന്നിവിടെ കഴിയാണ്. നാളെ വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം. അതിന് മുന്നേ എനിക്ക് മറ്റൊരു കാര്യം പറയുന്നത്, വീഡിയോസ് കാണുന്നതിനൊപ്പം തന്നെ നിങ്ങൾ ടെലിഗ്രാമിലും ജോയിൻ ചെയ്യുക. അതായത് എക്സാംസിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു നേഴ്സ് ആണ് നിങ്ങളെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. എല്ലാവർക്കും കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽസ് അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. ഒപ്പം ഒരു ഡിസ്കഷൻസും ഉണ്ട്. എന്താ പറയുക, നിങ്ങൾക്ക് ഉണ്ടാകുന്ന എന്ത് ഡൗട്ട്സും നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള സബ്ജക്ട്സിൽ ഉണ്ടാകുന്ന ഡൗട്ട്സുകളെല്ലാം ക്ലിയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. എക്സ്പെഷ്യലി കോച്ചിങ്ങിനൊന്നും പോകുന്ന കുട്ടികൾക്കും ജോയിൻ ചെയ്യാം, കോച്ചിങ്ങിന് പോകാത്ത കുട്ടികൾക്ക് അതിൽ കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാൻ മറക്കരുത്, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. ബൈ.